അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് പഴുത്ത വരിക്കച്ചക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര അതുപോലെ തന്നെ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഏലക്കായ പൊടിയില്ലെങ്കിൽ സാധാ ഏലക്കായ ഇട്ടാലും മതി. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എനിക്ക് വെള്ളമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഓരോരോ ചക്കക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഏത് അരിപ്പൊടി ആയാലും സാരമില്ല. എന്നിട്ട് ഈ ചക്കക്ക് മുൻതൂക്കം കൊടുക്കണം. അരിപ്പൊടി കുറവും ചക്ക കൂടുതലും ആയിരിക്കണം. ചക്ക പേസ്റ്റ് ഒന്ന് കുഴച്ച് നോക്കണം. കുറച്ച് അയവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.25 കപ്പോളം ഇട്ട് കൊടുത്തിരുന്നു. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. അടിപൊളി സ്നാക്സ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായി ഇഷ്ടപ്പെടും. എല്ലാം കൂടി ഇത്രയേ വേണ്ടൂ. നല്ലോണം മുറുകിയിട്ട് കുഴക്കരുത്. അപ്പോൾ ചക്കക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇനി എണ്ണ തിളക്കാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണം. ആദ്യം തന്നെ ഓരോ ഉരുള ഇടുന്തോറും ഹൈ ഫ്ലെയിമിലായാൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇതുപോലെ ഓരോ ബോൾ ഷേപ്പ് എടുത്തിട്ട് ഇടണം. ചെറിയ ചെറിയ ബോൾ ഷേപ്പാണെങ്കിൽ അങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കാൻ പാടുള്ളൂ. അതുവരെ ഇളക്കരുത്. 1-2 മിനിറ്റിന് ശേഷമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ എല്ലാം കൂടി ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. ആദ്യം തന്നെ ലോ ഫ്ലെയിമിലേ വേണ്ടൂ. പിന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ കോരിയെടുക്കാം. അടിപൊളിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചക്കയുണ്ടെങ്കിൽ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഉണ്ടാകും. ചൂടോടുകൂടി ചായക്ക് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ചക്കക്കാലമല്ലേ. ഇതുപോലെ നല്ല ബോൾ ഷേപ്പ് ഉണ്ടാകും. താങ്ക് യു.